എങ്ങനെയാണ് ESC യിലേക്ക് കണക്ട് ചെയ്യുന്നത്? ഈ ഫേസ് ഷിഫ്റ്റ് കൊടുക്കുന്ന സാധനമാണ് ESC എന്ന് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞ നോർത്ത് സൗത്ത് ഈ സാധനം മാറിക്കൊണ്ടിരിക്കുന്നില്ലേ, ആ സാധനം ഫേസ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഓരോ ടൈമിൽ മാറിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ESC. അതായത് 2 കണക്ഷൻ, പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞ സാധനം മാത്രമേ ഇതിനകത്തേക്ക് വരുന്നുള്ളൂ. അതിനെ 3 ഫേസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഫേസ് ഷിഫ്റ്റ് ചെയ്യുന്ന സാധനം ESC ആണ്. അതാണ് ESCൻ്റെ വർക്കിംഗ് പ്രോപ്പറായിട്ടുള്ള പറഞ്ഞത്. സ്പീഡ് കൺട്രോൾ ചെയ്യും, വോൾട്ടേജ് വേരിയിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്യും. പിന്നെ ESCൻ്റെ കണക്ഷൻ കഴിഞ്ഞിട്ട് ESCൻ്റെ അകത്തുനിന്ന് ഓരോ വയർ പോകുന്നുണ്ടോ? ഏത് ഇതുണ്ടോ നമ്മൾ കണ്ടുകഴിയും ഫീഡ്ബാക്ക് വയർ. അതായത് ഇതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയാണ് ഈ വോൾട്ടേജ് ചേഞ്ച് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സ്പീഡ് വേരി ചെയ്യേണ്ടത് എന്നുള്ള സാധനം ചെയ്യുന്നത് ESCൻ്റെ അകത്തുള്ള ഈ ഫീഡ്ബാക്ക് വയറാണ്. അത് എടുത്തേക്ക് ഒരു കണക്ഷൻ കൊടുക്കും. അത് കണക്ഷൻ പോകുന്നത് FC-യിലേക്കാണ്. അതായത് ഇപ്പം നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ ഇതിനും ഓരോ റിസീവർ വെക്കേണ്ടി വരും. അതായത് ഓരോ ESCക്കും ഓരോ റിസീവർ വെക്കേണ്ടി വരും. അത് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് അല്ല. അതുകൊണ്ട് നമ്മൾ FC-യിലേക്ക് കണക്ട് ചെയ്യും. മൊത്തം കൺട്രോൾ ചെയ്യുന്നത് FC ആണ്. ഇത് തലച്ചോറാണ് FC. അപ്പം FC-ൻ്റെ ഈ മെയിൻ ഔട്ട് എന്ന് പറഞ്ഞാൽ ഇത് കേബിൾ ഉണ്ടോ? മെയിൻ ഔട്ട് എന്ന് പറഞ്ഞുള്ള പോയിന്റ് ഉണ്ടോ? അതിൻ്റെ ഇവിടെയുള്ള കേബിൾസ് ഉണ്ടോ? അതിനകത്ത് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. മെയിൻ ഔട്ട്, മെയിൻ ഇൻ ഓക്സ് ഔട്ട് അല്ല, മെയിൻ ഔട്ട്. മെയിൻ ഔട്ടിൽ ഇവിടെ പോയിന്റ്സ് കണ്ടോ? അടുത്തേക്കാണ് ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. അതിൻ്റെ അകത്തേക്കാണ് ഫീഡ്ബാക്ക് കൊടുക്കട്ടെ. അതിനകത്തേക്ക് ഫീഡ്ബാക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പം നമ്മളിത് പ്ലേസ് ചെയ്യാൻ പോകണം ഇതിൻ്റെ മേലെ. എന്നിട്ട് ഇതിൻ്റെ ഡയറക്ഷൻ നോക്കും. ഇതിൻ്റെ റൈറ്റിൽ ഇതാണ് 1, ഇത് 2, ഇത് 3, ഇത് 4. കണക്കായിട്ട് വേണം ഇവിടെ അതിൻ്റെ വയറാണ് ഇതിൻ്റെ 1ലേക്ക് കൊടുക്കണം. ഓക്കെ, മനസ്സിലായില്ലേ? അതായത് ഏതാണോ മോട്ടർ 1, ഏതാണോ BLDC 1, അതിൻ്റെ ESCൻ്റെ ഫീഡ്ബാക്ക് വയറായിരിക്കണം ഈ മെയിൻ ഔട്ടിൻ്റെ ESCൻ്റെ 1ലേക്ക് വരേണ്ടത്. പിന്നെ നമുക്ക് ഇത് ഇങ്ങനെ മാഷ് വെച്ചു, ഇനി ഇങ്ങനെ വെച്ചാലും അതിനണക്കായിട്ടുള്ള ഒന്ന് മാറും, ഈ 1 ഇങ്ങോട്ടൊക്കെ മാറും. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വെക്കാം. പക്ഷേ അതായിരിക്കും നിങ്ങളുടെ ഡ്രോണിന്റെ ഫ്രണ്ട് സൈഡ്. ഏതാണ് നമ്മൾ വെക്കുന്നത് അതിന് കണക്കായിട്ടാണ് അതാണ് എയറോ നമ്മൾ സെറ്റ് ചെയ്തതിനനുസരിച്ച് അല്ല, ഈ എയറോ ഉണ്ട്, ഇതാണ് ഇതിന്റെ ഫ്രണ്ട് സൈഡ്. ഇതിന് കണക്കായിട്ടായിരിക്കും ഇത് പ്ലേസ് ചെയ്യാം. ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് ഫ്രണ്ട്, അതിന്റെ റൈറ്റ് സൈഡിൽ ടോപ്പ് ആയി. ഇവിടെ വേണമെങ്കിൽ നമുക്ക് LED വെക്കാം. എവിടെ വേണമെങ്കിലും ലൈറ്റിംഗ് എക്സ്ട്രാ വേണം. LED വെക്കണം എന്നൊന്നുമില്ല. ഇതല്ലേ ഫ്രണ്ട്, GPS ബാക്കിലല്ലേ ഫ്രണ്ട് ബാക്കിലാണോ ഫ്രണ്ടിലാണോ എന്നല്ല, അതിന്റെ ഡയറക്ഷൻ ആണോ നോക്കണം. GPS-ന് ഒരു എയറോ ഉണ്ടോ? ഇതിന്റെ ഡയറക്ഷനും ഇതിന്റെ എയറോവും സെയിം ആയിരിക്കണം, ഒരേ ഡയറക്ഷനിലായിരിക്കണം. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉള്ളതല്ലേ. അപ്പോൾ ഈ ഡ്രോണിനകത്തുള്ള സംഭവമാണ് ഇപ്പോൾ നമുക്ക് കാണിച്ചത്. ഇതിന്റെ മുകളിലേക്കാണ് പിന്നെ അതിന്റെ ബോഡി കാര്യങ്ങളെല്ലാം വരുന്നത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ബേസിക് അകത്തുള്ള കാര്യമാണ് ഇത് കാണിച്ചത്. അതായത് എങ്ങനെയാണ് ഒരു കസ്റ്റം ഡ്രോൺ ബിൽഡ് ചെയ്യുക എന്നുള്ള സാധനം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ പോർട്സ് ഉണ്ടോ? അതെ, ഇനി ഇതിന്റെ മേലെയുള്ള പോർട്സ് ഉണ്ടോ? ഇഷ്ടം പോലെ കണ്ടു. അതായത് ഇവിടുന്ന് വരുന്ന വയറൊക്കെ ഇവിടെ കണക്ട് ചെയ്തു. പിന്നെ ഇനി അടുത്ത വയർ കണക്ട് ചെയ്യുന്നത് ഇങ്ങനെ ഇത് കണക്ട് ചെയ്യുന്നത്. അതായത് ഇത് 1, ഉള്ളിലെ 2, ഇതാണ് ഫസ്റ്റ് കണക്ട് 1 ഇവിടെ കണക്ട് ചെയ്യുക. 1 ഇത് 2 അതിൻ്റെ ഇപ്പുറത്തേക്ക് കണക്ട് 2 കണക്ട് ചെയ്യുക. ഇപ്പോൾ 3 ചെയ്തായിരിക്കും. 3 ഇത് 3 ഇതിന് ഇൻസൈഡ് കൂടെ തന്നെ പോകണല്ലേ. അത് നമുക്കിപ്പോൾ മൊത്തം ഇത് പ്ലേറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് കണക്ട് ചെയ്യുക. ലാസ്റ്റാണ് കണക്ട് ചെയ്യുന്നത്. 4 എങ്ങനെ പ്ലേറ്റിന് മണ്ടയിലായിട്ടല്ലേ ഇത് ഫിക്സ് ചെയ്യുക. അതായത് ഫ്രെയിമിന് സ്റ്റേബിൾ ആയിട്ട് കിട്ടണം ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെയിം സ്ക്രൂ തന്നെയാണോ വരുന്നത്? ഏത് അത് സ്റ്റിച്ച് മറ്റേ ഒട്ടിക്കുകയാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി വൈബ്രേറ്റിംഗ് പാഡാണ്. അതായത് ഈ ഫ്രെയിമിൽ വരുന്ന വൈബ്രേഷൻസ് നമ്മൾ ഫ്ലൈറ്റ് കൺട്രോളിലേക്ക് വരാതെടുക്കേണ്ട ഈ സംഭവം ആക്ഷൻ ഒഴിവാക്കും.
കാറിലല്ലേ സോക്കപ്സറിൽ വെക്കുന്നത്? ആ ഷോക്ക് അബ്സോർബർ വെക്കുന്ന പോലെ, അതായത് ഫ്രെയിമിൽ നല്ല വൈബ്രേഷൻസ് ഉണ്ടാവും. അത് നമ്മൾ ഫ്ലൈറ്റ് കൺട്രോളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അത് മാൻഡോമീറ്ററും കാര്യങ്ങളൊക്കെ ഇല്ലല്ലോ, ഡാമേജ് കൂടും. ഡാമേജ് അല്ല, ഫ്ലൈറ്റിനെ ബാധിക്കും. ചെറിയൊരു വൈബ്രേഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അത് ഡിഫ്ലക്ട് ചെയ്യും. അതെ. പിന്നെ അതിന് ശേഷം വരുന്നതാണ് ഈ സ്വിച്ച് എന്ന് പറയുന്ന സാധനം. സ്വിച്ച് കൊടുക്കേണ്ട പോർട്ടാണ് ഇത്. സ്വിച്ച് ഉണ്ടാവും. സ്വിച്ച് എവിടുന്നാണ് വരുന്നത് കണക്ഷൻ വരുന്നത്? ഇത് സ്വിച്ച് തന്നെ ഡയറക്റ്റ് അതിൻ്റെ മേലെ ഭാഗത്തേക്കാണ് കൊടുക്കുക സ്വിച്ച് എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ കട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതിന് കണക്കായിട്ടുള്ള കട്ടിലേക്ക് മാത്രമേ ഇത് കയറ്റാൻ പാടുള്ളൂ. പിന്നെ അതേപോലെ തന്നെയാണ് GPS ഉണ്ടോ? GPS ൻ്റെ വേറെ GPS എന്ന് പറഞ്ഞിട്ടുള്ള പോർട്ട് ഉണ്ടാവും. ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ GPS പോർട്ടിലേക്കും ഒന്ന് I2Cയിലേക്കും. അതിന് സൂട്ടബിൾ ആയിട്ടുള്ള സംഭവമായിരിക്കും ഇതിലുണ്ടാവുക. അതിനകത്തുണ്ടാവും I2C അല്ലേ? I2C 12C. 12C അല്ല, I2C. അപ്പൊ ഇതില് കുറെ ഐറ്റംസ് ഇല്ലേ? ഇപ്പൊ 1, 2, 3, 4 കുറെ ഇല്ലേ? അപ്പൊ ഇതിന് വേണ്ടിയുള്ള എല്ലാത്തിനും കണക്ഷൻ ഉണ്ടാവും. ടെലിമെട്രി നോക്കിയോ, ടെലിമെട്രി കണക്ട് ചെയ്യേണ്ട പോർട്ടാണ് ഇവിടെ ഉള്ളത്. അതെ. പിന്നെ മറ്റേ ഞാൻ പറഞ്ഞില്ല പവർ മോഡ്യൂൾ എന്ന് വരുന്നതാണ് ഈ പവർ പോർട്ടിലേക്ക് പോകുക. അപ്പൊ ഈ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 കേബിളും കണക്ഷൻ ചെയ്യാനുണ്ടാവും. ഉണ്ടാവും. ഒന്നും ഒഴിവുണ്ടാവണ്ട. അങ്ങനെയല്ല, ഇപ്പൊ നമുക്ക് ഓരോ സാധനം കൊടുക്കുന്നുണ്ട്. ടെലിമെട്രി കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ വേണമെന്നില്ല. ബേസിക് ആയിട്ടുള്ള ഇത്രയും സാധനം മതി. ഇനിയിപ്പോ ക്യാമറ കൊണ്ടുപോകുന്ന ഇതാണെന്നുണ്ടെങ്കിൽ ക്യാമറ ഇതുമായിട്ട് അതും കൂടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ലേ? അത് ഈ ബോർഡിലേക്ക് കണക്ഷൻ ഉണ്ടല്ലോ? ക്യാമറ സെപ്പറേറ്റ് ആണോ? ക്യാമറ സെപ്പറേറ്റ് അല്ല. ഇപ്പം നമുക്ക് ഇതിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബോർഡായിരിക്കും യൂസ് ചെയ്യേണ്ടത്. അതിനകത്ത് ക്യാമറ പവർ അതായത് ഒരു കണക്ഷൻ ക്യാമറക്കും പോകും. പിന്നെ അതിൻ്റെ അകത്ത് അതായത് ക്യാമറേൻ്റെ അകത്ത് ഒരു കണക്ഷൻ FC യിലേക്ക് വരും. കാരണം കൺട്രോളും